ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഷാഡോഫാക്സിൻ്റെ ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ ഒരു ഹോം പേജ് ഈ രൂപത്തിലായിരിക്കും. ആ സമയത്ത് ക്രിയേറ്റ് റൺ ഷീറ്റ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ കടന്നു ചെല്ലും. ആ ഭാഗത്ത് എത്തുന്ന സമയത്ത് അവിടെ സെലക്ട് ക്ലസ്റ്റർ എന്നുള്ള ഭാഗം കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ A1 SFX അരീക്കോട് എന്ന് കാണിക്കും. അതിലും ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ നമുക്കൊരു റെഡ് കളറിൽ കാണാം സ്റ്റാർട്ട് സ്കാനിങ് ഷിപ്മെൻറ്റ് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ സമയത്ത് ഒരു ക്യാമറ ഓപ്പൺ ആയി വരും. ഈ ഓപ്പൺ ആയി വരുന്ന ക്യാമറയിൽ നമ്മുടെ കയ്യിലുള്ള ഷിപ്മെൻറ്റുകളുടെ ലേബൽ കാണിച്ചു കൊടുക്കുക. അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോന്നോരോന്ന് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളെ കയ്യിലുള്ള ഷിപ്മെൻറ്റുകൾ സ്കാൻ ചെയ്യുന്ന ഷിപ്മെൻറ്റുകൾ ഒക്കെ എണ്ണം നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ എണ്ണം കൊടുക്കാനുണ്ടാവും. ആ എണ്ണം തെറ്റണ്ട എന്ന് കരുതിയിട്ടാണ് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റിക്കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ എണ്ണേണ്ടി വരും. പക്ഷേ രണ്ടാമത് അടിക്കേണ്ട ആവശ്യം വരില്ല. രണ്ടാമത് എണ്ണേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഇത് ഒക്കെ അടിച്ചതിൻ്റെ ശേഷം ഈ സ്കാൻ ചെയ്തതിൻ്റെ ശേഷം അടിയിൽ സേവ് റൺ ഷീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ആ സേവ് റൺ ഷീറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു ഓക്കെ അടിക്കാനുണ്ടാവും. ആ ഓക്കെ അടിക്കാനുള്ളൊരു ഭാഗം വരും. ആ സമയത്ത് നമ്മൾ ഓക്കെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓക്കെ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗം കാണിക്കും. ഇതൊന്ന് ബാക്ക് അടിച്ച് പോരുക. അങ്ങനെ നേരെ ഹോം പേജിലേക്ക് നമ്മൾ കിടക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്കാൻ ചെയ്ത എണ്ണം ഇനി കമ്പ്യൂട്ടറിൽ അടിക്കണം. അത് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കടന്നു വരും. അപ്പോൾ ഇവിടെ നമ്മൾ റെസ്യൂം ഡെലിവറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ അതിന് കാണിക്കാം. അപ്പോൾ അത് ടേക്ക് സെൽഫി എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കാണിക്കും. ആ സമയത്ത് അതിൽ ഫോട്ടോ എടുക്കാം. ഈ ക്ലിക്ക് ഫോട്ടോ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടെ എന്ത് ചെയ്തു, നമ്മൾ ഈ ക്ലിക്ക് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി കാണിക്കുന്നത് ഈ ഒരു സംഭവമാണ്. ഇതിൽ കൺഫേം മാർക്ക് OFD എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടെ നമ്മുടെ മൊബൈലിലേക്ക്, നമ്മുടെ ഈ ആപ്പിലേക്ക് നമ്മളെല്ലാ ഷിപ്മെൻറ്റും നമ്മളിതിൽ കയറി എന്നുള്ളതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഇതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക.